ഞങ്ങളിപ്പോൾ മൂന്നാറ് മലകളിലൊക്കെയാണ്. ഓടി സീനിട്. ഗൈസ്, അപ്പൊ ഞങ്ങളിത് മൂന്നാറ് കാന്തല്ലൂർക്ക് ഒരു ട്രിപ്പ് അങ്ങോട്ട് ഇറങ്ങിയേക്കണേണ്. നമ്മൾ കഴിഞ്ഞ ജനുവരിയിലാണ് നമ്മൾ പോകുന്നത് ട്രിപ്പ്. പിന്നെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ പിള്ളേരെല്ലാവരും ഓരോരുത്തർ ഓരോ സ്ഥലത്തൊക്കെ പഠിക്കാൻ പോകണോണ്ട് ഇത് നിൽക്കുന്നവരുത്തൻ അനു ഇവൻ പഞ്ചാബിൽ നിന്ന് വന്നു. ഒരു മാസത്തെ ലീവ് ഇവനുണ്ട് അയാൾ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ ട്രിപ്പ് ഇറങ്ങിയേക്കണേണ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈയാഴ്ച എവിടെയാണ് പോയി പ്ലെയിൻ കയറി പോയി. അതെ, അവള് അങ്ങ് ജർമ്മനിയിലേക്ക് പോയി. ഇപ്പൊ അവിടെയാണ് അവളുടെ ട്രിപ്പിംഗ് പരിപാടിയൊക്കെ. അപ്പോൾ എല്ലാവരും വണ്ടി കയറി. എല്ലാവരും ഇത്രയും പേരുണ്ട്. ഞങ്ങൾ ഇത്രയും പേരും കൂടെയാണ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ നല്ല രീതിയിൽ മഴയുണ്ട്. അപ്പോൾ മഴ പെയ്യണമുണ്ട്. എല്ലായിടത്തും നല്ല വെള്ളമൊക്കെ ഉണ്ട്. വെള്ളച്ചാട്ടമൊക്കെ കാണാൻ തന്നെ ഒരു രക്ഷയില്ലാത്ത മൂടാട്ടാ. നല്ല രീതിയിൽ എല്ലായിടത്തും വെള്ളമുണ്ട്. വളവും തിരിവൊക്കെയാണ് പോകുന്ന വഴിക്കൊക്കെ. ആ പോയ വണ്ടി കണ്ടാ നിങ്ങൾ? കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ആയിട്ട് ചോദിക്കും. നല്ല രസമാണ്. തമിഴ്നാട്ടിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ വണ്ടി ഒരുപാട് കാണാൻ പറ്റും. സംഭവം മനസ്സിലായ നമ്മുടെ സാന്നിധ്യം പുറകിക്കണം ഉറങ്ങണ സീനായിട്ടത്. മഴ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കറക്കം പരിപാടികളൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കൊരു പേടിയില്ലാത്ത അവസ്ഥയിലാട്ടാ. പക്ഷെ എന്തായാലും നല്ല മഴ പെയ്യണോണ്ട് തന്നെ നല്ല ഗ്രീനറി മൂടി തന്നെ നമുക്ക് നമ്മുടെ മൂന്നാറിനെ കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പും നല്ല കോടയും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. എത്രത്തോളം ഗോപ്രോയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അയ്യോ, തണുക്കണം കേട്ടോ. ആ ഫ്രണ്ടിലിരിക്കണ തണുക്കണം. നല്ല പച്ചപ്പും നല്ല രസവും ഉണ്ടാ. മൂന്നാറ് പോയി മഴയത്ത് കാണാൻ വേറൊരു ഭംഗിയാണ്. കാട്ടിലെ വേപ്പലയൊക്കെ പറിച്ചെടുക്കാനുള്ള നമുക്ക് വൈകിട്ട് 5 മണി കഴിഞ്ഞ് ഈ വഴി കയറാൻ പറ്റില്ല. ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഈ വഴിയിൽ മാനിനെയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്കും വേറെ വഴിയൊക്കെ ഉണ്ട്. നൈസല്ലേ? കണ്ട ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടോ? ചെറിയ വഴിയാ ഇത്. ഫുള്ള് ചന്ദനക്കാടാണ്. എല്ലാ മരങ്ങൾക്കും ഓരോ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ക ചന്ദനക്കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്തേക്കണോണ്ട് ഭയങ്കര ഭംഗിയായിട്ട് എല്ലായിടത്തും. വേണ്ട ചേച്ചി പോണോക്കെ വിറകൊക്കെ കൊണ്ട് പോണോ കാണിച്ചരാവേ. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ കുഴിച്ച് കൂടെയൊക്കെ. പിള്ളേരൊക്കെ കിടന്ന് കുളിച്ചോണ്ടിരുന്ന സ്ഥലമായിരുന്നു. ആകെ അഴുക്ക് വെള്ളം. നമ്മളെവിടെയെങ്കിലും ഒന്ന് ചായ കുടിക്കാൻ നിർത്തണം എന്ന് വിചാരിച്ചുള്ള പ്ലാനിൽ നിൽക്കണായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തണ എല്ലാ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ആർക്കാ ചായ വേണ്ടത്? കമോൺ, നിങ്ങൾ ചായ കുടിച്ചാലും ഇല്ലല്ലേ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയപ്പാ വന്നണ്ട. നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയാട്ടാ. ഇവിടെ നല്ല വെള്ളമുണ്ട്. നല്ല വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം കുത്തി ഒഴുകി പോണ സീൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇതവിടെ വെള്ളം ഒഴുകണ സീൻ നോക്കിയേ. എങ്ങനെയാണ് അതിലെ കൂടി
ഇതിൻ്റെ അപ്പുറം സൈഡ് ഞാൻ കാണിച്ചരാവേ. അപ്പോൾ ആ കിടക്കണാണ് നമ്മളൊന്ന് വണ്ടി. ഇവിടെ നിന്ന് വെള്ളം ഒഴുകി വന്നത് അവിടെ ഒരു കെട്ടുണ്ട്. അയ്യോ, ഇത് കണ്ടാലറിയും ഇവിടെ നല്ല ആഴമുണ്ടെന്ന് കേട്ടോ. ഓ, അത്രത്തോളം മഴയും പ്രശ്നവും ഒക്കെയാണ്. നിങ്ങളാരും ഞങ്ങളെ തെറി പറയരുത്. ഈ മഴയത്ത് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തോട്ടൊക്കെ പോകണമെന്നൊന്നും ചോദിക്കരുത്. ഞങ്ങളുടെ അനിക്കുട്ടൻ തിരിച്ച് പഞ്ചാബിലേക്ക് പോകും. പാവം പോണ മുമ്പ് ഒരു ട്രിപ്പ് പോകണമല്ലോന്ന് ചോദിച്ചിട്ടാണ്. ഇതേണ്ട കോവിൽക്കടവ് പാലം, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ വണ്ടി എടുത്തേക്കണത്. ഞാൻ മുടിയൊക്കെ മൂന്നാറൊക്കെ വന്നതിന് മുടി അയച്ചിടാന്ന് തോന്നുന്നു. കാരണം വലിയ തണുപ്പൊക്കെ അല്ല. പിന്നെ ഡുഡുവിന് തൊപ്പി വെച്ച് അളിയൻ്റെ മൊട്ടത്തല കണ്ടേ. നമ്മുടെ അണ്ണാച്ചി പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്പർ 1 ഒന്ന് കാണിച്ചേ. ഇത് കണ്ട കറക്റ്റ് നമ്മുടെ അണ്ണാച്ചി പിള്ളേർ. ഓ, ഇത് കുണ്ടുമണി, അത് ഡുക്കുടുമണി, ഇത് ഡക്കുടുമണി. അയ്യോ ഗൈസ്, ഞങ്ങളുടെ എബിച്ചേട്ട, അതായത് നല്ല ചുരുളനും സുമുഖനുമായി ഞങ്ങളുടെ എബിച്ചേട്ടാണ്. എബിച്ചേട്ടക്ക് വേണ്ടി ഞങ്ങളൊരു പെണ്ണിനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആനക്കോട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണിത്. നോക്കി അവിടെയൊക്കെ വെള്ളച്ചാട്ടമുണ്ട്, നല്ല കാറ്റുണ്ട്. എല്ലാവരും നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കയറി വന്നപ്പോഴത്തേക്കും കാണുന്നൊരു സംഭവട്ടത് പണ്ടത്തെ മറ്റേ അവരൊരു സംഭവം സെറ്റ് ചെയ്ത് എന്താണ് അതൊക്കെ തന്നെ അല്ലേ ചേട്ടാ? ഇതെന്താണെന്ന് പറഞ്ഞു കൊടുത്ത് വരുമ്പോൾ ഞാൻ കൺഫ്യൂഷൻ അടിച്ചു പോയി. അതൊക്കെ തന്നെ നല്ല രസമുണ്ടല്ലേ? നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി പോകാം. ഓ, ഇതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ നോക്കി. അയ്യോ, ഫ്ലിപ്പി രക്ഷിതാന്റെ കാറ്റാണ് കേട്ടോ. എന്താ പറഞ്ഞേ? ഓ, ഇവിടെ മതി. അപ്പൊ ഞങ്ങളിത് മുനിയറയൊക്കെ അങ്ങോട്ടൊക്കെ എത്തി. അപ്പൊ സത്യം പറഞ്ഞാൽ മുനിയറ എവിടെയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മുനിയറയിലൊക്കെ ഉള്ള വഴി എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് എവിടെയാണ് നീ കണ്ടാ മുനിയറ? പിന്നെ അതാണ് എന്നൊക്കെയാണ് എൻ്റെ അപ്പനൊക്കെ പറയുന്നത്. മഴ പെയ്യാനുണ്ട്, അപ്പൊ പിന്നെ അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം പിള്ളേരൊക്കെ ഉള്ളത് വേണ്ട, അവരൊക്കെ കൊണ്ടുപോകണം, വണ്ടി വരെ എത്തണം. കൊടയൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇറങ്ങുക, എക്സ്പ്ലോർ ചെയ്യുക, സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക കുറച്ച് നേരം. അപ്പോൾ അവർ സെൽഫി എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ തലയൊക്കെയായിട്ട് ചെല്ലുക. ഇതൊക്കെയാണ് എൻ്റെ സ്വഭാവം. മുനിയറ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു കാര്യം എനിക്ക് അമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ച ആ പാറക്കല്ലോ അത് ഇതൊക്കെ ഇവർ മഴ കൊള്ളാതിരിക്കാനോ ഇങ്ങനെയൊക്കെ ആയിട്ട് അവർ തപസ്സിരുന്ന സ്ഥലം, അങ്ങനെയുള്ള ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ്. അതാ പറഞ്ഞ അപ്പുറത്ത് അതന്നെ അവിടെ ബോർഡ് വെച്ചേക്കണ അങ്ങനത്തെ മുനിയറൊക്കെ ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് നിയാച്ചി റിയലി മിസ് യു. എന്താ പറയാ, എല്ലാത്തിനും അലമ്പാൻ. അവളില്ലാത്തതിൻ്റെ ഒരു കുറവ് ശരിക്കും ഈ ട്രിപ്പിലുണ്ട് കേട്ടോ. നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഈ ട്രിപ്പിൽ എന്തായാലും ഉണ്ട് നിയാച്ചി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് മെയിൻ കാര്യം നിൻ്റെ അമ്മ ദീപാമ്മ ഭയങ്കര ഡൗൺ ആണ്. ഒന്നാതെ നീ പോയ പിന്നെ
അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ദീപാമക്കുണ്ട്. അപ്പോൾ നീ എത്രയും വേഗം തിരിച്ചെത്തുക, കൈ നിറയെ പൈസയൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരെയും കൊണ്ട് ഒരു കിടിലൻ ട്രിപ്പ് കൊണ്ടുപോകണം ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റേ അടിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് പുറകിൽ വന്ന പള്ളി കണ്ട. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും കിളി പോയിട്ടിരിക്കുന്നതാണ്. ഈ പള്ളിയിലേക്ക് അതെ അവിടെ സ്കൂളുണ്ട് പള്ളിയുടെ ഇതണ്ട. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഇല്ലേ റിട്രീറ്റ് സെൻറ്റർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ഡൗട്ടിലിരിക്കണേണ് ഞങ്ങൾ. അപ്പോൾ ഈ കാണുന്ന പള്ളി ഇതൊക്കെ റൂംസ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അധികം അലമ്പുണ്ടാക്കരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളൊരു JBLൻ്റെ ഒരു പാർട്ടി പോകും, സ്വാഭാവികമായിട്ട് നമുക്ക് അലമ്പുണ്ടാക്കേണ്ടി വരുമല്ലോ. കണ്ട ഇതാണ് വിഘ്നേശ്വര എന്ന് പറഞ്ഞ വണ്ടി കണ്ടോ നമ്മൾ വന്നേക്കണേ. എല്ലാവരും ഇവിടെ ഇരിക്കണേണ്. ഡോമിനങ്ങൾ ചെവിയിൽ സാധനമൊക്കെ വെച്ച് പാട്ട് കേട്ടോണ്ടിരിക്കണേ കേട്ടോ. ഇവിടെയാണ് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് ക്യാമ്പ് ഫയർ ഒക്കെ ഇടാനുള്ള ഒരു സ്ഥലം അവരൊരുക്കി തന്നേക്കണത് ഇവിടെയാണ്. ഈ സൈഡിലാണ് റൂംസ് എന്നാണ് പറഞ്ഞത്. തമ്പുരാനറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ, എന്താണ് ഡീലിങ്ങിൻ്റെ. കണ്ട അത്യാവശ്യം കാടക്ക പോലെയുള്ള സ്ഥലം ഉണ്ടോ. ഇവിടെയാണ് നമുക്ക് വിറകൊക്കെ കൊണ്ടുവന്നിട്ട് ക്യാമ്പ് ഫയറിനുള്ള സംഭവം സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൊണ്ട് വട്ടം ചുറ്റിയിരുന്ന് ഇവിടെ നിന്ന് ചെറിയ പാട്ടൊക്കെ പാടി അങ്ങനെ നമുക്ക് രാത്രി അടിപൊളിയാക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ അവിടെയൊക്കെ മലയാണ്. ഇത് നോക്കി ഇങ്ങോട്ടേക്ക് കയറിയ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിലും മലയാണ്, ഈ സൈഡിലും മലയാണ്. ടോട്ടലി ഫുള്ള് മലകളുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. അയ്യോ പിള്ളേർ പരിപാടി തുടങ്ങിയാലോ. ഇത് നോക്കിയേ അളിയൻ അതിൻ്റെ ഇടയിൽ സ്ലോ മോഷൻ വീഡിയോ എടുക്കാനുള്ള പരിപാടിയൊക്കെയാണ്. ഇത് ടിനു കുഞ്ഞാവ, ഇത് ചിഞ്ചു കുഞ്ഞാവ. ചിഞ്ചു കുഞ്ഞാവയുടെ കയ്യിൽ വേറൊരു കുഞ്ഞാവുണ്ട്. ഇത് കൊച്ചു കുഞ്ഞാവ, ഇത് ബീന കുഞ്ഞാവ. കണ്ടാ കണ്ടാ ആദ്യം ബീനാൻറ്റി പോണം. അത് ബീനാൻറ്റിയോട് തിരിച്ച് റിട്ടേൺ പോകുമ്പോ റെഡി 1 2 3 സ്റ്റാർട്ട്. അളിയനവിടെ ഒരു സ്ലോ മോഷൻ വീഡിയോ ഒക്കെ എടുക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ദേബിച്ചേട്ടൻ ഡൂടും സനുവൊക്കെ കൂടി അവിടെ ഇതും കണ്ടുകൊണ്ട് വായും പൊളിച്ചിരിക്കുന്നതാണ്. ഈശ്വരാന്നും പറഞ്ഞുകൊണ്ട് ഇത് അവിടെ മുകളിലൊക്കെ ആൾക്കാരുണ്ട്. അതാരാണ് കയറിയിരിക്കണെന്ന് നോക്കി. ഈസാണ് അങ്ങനെയുണ്ട്. ഒരു 87 വർഷം കൂടെ ഉണ്ട്. ഇത് മാംഗോ ഗു അച്ചാറിടുന്ന പേരൊക്കെ ചെറിയ പുളിപ്പുണ്ടല്ലോ. ആ പുളിയുണ്ട്. ഇത് മറ്റേ മാങ്ങാച്ചാർ പോലെ അത് ദേവദാരു. നീ നിന്റെ പിള്ളേരെ കൊണ്ട് കാണിക്കണം കേട്ടാ. അപ്പോഴെങ്കിലും ഒന്ന് ഗൈസ്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ നേരെ ചെറുതായിട്ടൊരു കറക്കമൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ഒരു ഹുഡി ഒന്നും എടുത്തിട്ടില്ല. വേണ്ട കാറ്റണ്ട സീൻ കാറ്റാ. ഇത് ഓറഞ്ച് ഉണ്ടായി കിടക്കണുണ്ടോ, ഓറഞ്ച് കുഞ്ഞു ഓറഞ്ച്. പിന്നെ അതേ അവിടെ ഉണ്ട് കേട്ടോ ഓറഞ്ച്. ഇതാ മരം കേട്ടോ, ഇതിൻ്റെ അകത്ത് ഓറഞ്ച് ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇതെന്താണ്? പിയർ അല്ലേ? ആ പിയർ നമ്മുടെ സബർജില്ലി പോലത്തെ. ഓക്കെ. ആ ആപ്പിൾ ഉണ്ടായി കിടക്കണം. നോക്കി കാണിച്ചതേ നോക്കി. കൊള്ളാട്ടാ. ആപ്പിളൊക്കെ എടുത്ത് മറ്റേ നെറ്റൊക്കെ കെട്ടിയേക്കണേണ്. നമുക്ക് കയറാൻ പറ്റില്ല. അത് കൊള്ളാം. ആപ്പിൾ തോട്ടമൊക്കെ അങ്ങനെ കാണാറില്ല. ആപ്പിൾ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അതേ അവിടെയൊക്കെ ആപ്പിളാണ്. ആപ്പിൾ ഓറഞ്ച് മെയിൻ സാധനം ഇപ്പോൾ കണ്ടേക്കണം കേട്ടോ. ചെറിയ ചെളിയൊക്കെയാണ്, കാരണം മഴയുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് മഴ മാറി നിൽക്കണുണ്ട്. ഇത് എല്ലാവരും കാഴ്ചകൾ കണ്ട് നിൽക്കണേണ്. ആ ഓ അത്ര ഉണ്ടായി കിടക്കണ്ടല്ലേ. ഞാൻ കുഞ്ഞാണ്ടാ നിങ്ങളെ കാണിച്ചത്. ഇത് ഓക്കെ. ഓ
ഇല്ല സാറിനോട് സാറത് അവിടെ ഉണ്ട്. അതങ്ങനെയല്ല. അയ്യോ ചേട്ടാ, നിങ്ങൾ പഠിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ പോയാൽ ഞങ്ങൾ 3 പേർ മാത്രമേ ഉള്ളൂ. ഇനി ഒരു പണി എവിടെ നിക്കണ മരം ചേച്ചി പറഞ്ഞിട്ട് പോയുള്ളൂ. 2018 പൂത്ത് 2030 പൂക്കുള്ളൂ. ഓ ഗൈസ്, ഞങ്ങൾ 2030 ഒന്ന് കാണിച്ചു തരാട്ടെ. അതെ, പക്ഷെ ആപ്പിളൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഫീലബിൾ ആയി പോയിട്ടാ. റോസൊക്കെ നോക്കി അവിടെ ആ അയ്യോ പൊന്നമണി, നീ കയറി പറിക്കോ. ആപ്പിൾ കുറച്ചിട്ട് വരുമോ? ഇവര് സംസാരിക്കണ കേട്ടാ എന്തോ വഴക്ക് പറയണെന്ന് തോന്നുന്നു. പ്ലം വരാം, പ്ലമ്മാണ്ടാ പ്ലം. ഒന്നുമില്ല കേട്ടാ, പ്ലം ഒന്നുമില്ല. അയ്യോ ഇതെന്താണിത്? അയ്യോ എല്ലാരും കൂടി നല്ല രസമുള്ള റോസ് അല്ലേ എന്റെ? കൊച്ചു മനസ്സിലാകണ്ട എന്തൊക്കെയോ മൂളുണ്ട്. അവിടെ പറിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ പറിച്ചതാ. കിവി ആട്ടത് ആ വള്ളി പോലെ പടർന്ന് കയറിയിരിക്കുന്നത് അല്ല, കിവി ഉണ്ടായി കിടക്കണ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടേടാ? ഇല്ലെന്ന് തോന്നുന്നു എൻ്റെ അത്. ചേച്ചി മേടിക്കലാണ്. അടുത്ത ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ തലം പിടിച്ച് മേടിച്ചിട്ട് പോകും. അറിയാവോ? അവർ എത്ര രൂപ കൊടുത്താലും മേടിക്കും. ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന പൊരുൾ വന്നിട്ട് അവർ അങ്ങനെ മേടിക്കും. ഈ നിലത്ത് നിൽക്കുന്നത് നിലത്ത് നിൽക്കുന്നത് റാസ്ബെറി. അപ്പൊ അത് ചൈനീസ് പേരിക്ക്. ഇത് എല്ലാ സപ്പോർട്ട് ചൈനീസ് പേർക്ക് ഇത്ര ആകുള്ളൂ. അത് അത്രയാകും. പൈനാപ്പിൾ പേരിക്ക് അത്രയാകും. ഈ ചൈനീസ് പേരിക്ക് ഇത്ര തന്നെ. ഇത് പിയർ. അതാ 10 സൈഡിൽ പിയർ. അമ്മേനോടെന്തോ അക്ക വഴക്ക് പറയണ പോലെയൊക്കെ. തേനീച്ച കൃഷി ഉണ്ടല്ലോ അതിനിടയില്. പിന്നെ ക്യാമറ കൃഷി. അണ്ണൻ അളിയനെന്തോ തമിഴ് പേസുന്നുണ്ട്. ഇത് ഫ്രൂട്ട്സ് അല്ല, ഇത് കോളാമ്പിപ്പൂ. ഇത് ഒരു ഭംഗി ഏതാണ്? ഇതെന്താണ് അമ്മ? ഉള്ളല്ലേ ബലൂൺ ഫ്ലവർ. ഓ വാൽനട്ട്. വാൽനട്ടാണ്. കോളാമ്പി. ഓറഞ്ച് നോക്കി, കുഞ്ഞ് ഓറഞ്ച് ഇഷ്ടം പോലെ കണ്ട് കണ്ട്. ആ ഈ
ഡൂഡ് വിടാനും കുഴപ്പമില്ല, കുഞ്ഞാനും. ഇവിടെ എന്താ വഴി ബ്ലോക്ക്? അതുകൊണ്ടാണ് ഞാനിങ്ങനെ അവർക്ക് വിളിക്കാനും പതുക്കെ പിടിച്ചു കൊണ്ടുവരുന്നത്. എവിടെ സബർ ജില്ല ഉണ്ടായി കിടക്കണം? ഓ അങ്ങാട് കിടക്കണം. പറഞ്ഞു സബർ ജില്ല കൊള്ളാണ്ട ടേസ്റ്റ് ഉണ്ട്. എല്ലാരും കഴിച്ചു. അമ്മ പോണ്ടട്ടാ, തെന്നി വീഴാട്ടാ. അമ്മ ആരാ മോള്? നൈസായിട്ടൊക്കെ പറിച്ച് ഡുഡു 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 എനിക്കണേ നോക്കണ്ടട്ടാ, സീനാണ്ടാള്. പോട്ടെ പോട്ടെ, വണ്ടി പോട്ടെ. പയ്യെ പോയാ മതി. നിറച്ച് ഓറഞ്ച് ആട്ടോ, ഇതാണ് എല്ലായിടത്തും ഓറഞ്ച്. പക്ഷെ ഈ ഓറഞ്ച് ചെറുതാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അക്ക എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം. ആപ്പിൾ ഒരെണ്ണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ നൈസായിരുന്നു കേട്ടാ. ഇത് ഓക്കെ കണ്ടാ, ഇത്രയും തൊട്ടടുത്ത ആപ്പിള് കണ്ട്. ആ പോമോഗ്രാനൈറ്റ്, ഏടാ പോമോഗ്രാനൈറ്റ് കൊള്ളാം. അങ്ങനെയുണ്ട് ചിഞ്ചു? അത് അവർക്ക് തിന്നാൻ കൊടുക്കാനാ പറഞ്ഞത്. അയ്യോ തണുക്കണ്. എന്താ ബലൂൺ ഫ്ലവർ എന്തിനാണാവോ? വെറുതെ പോവാണ് അത്. അയ്യോ ഇതുണ്ടായി കിടക്കണ നോക്കി, എന്തോരോ. ഇത് കുറച്ച് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കായിരുന്നല്ല. ആന കരുമ്പ് കാട്ടി കയറി എങ്ങനെ കണ്ടോളാം. ചെറുതും വലുതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, കറക്റ്റ് പാകമായി നോക്കി പറിച്ചാലേ അവർക്ക് കച്ചവടം നടക്കുള്ളൂ. ചെറുതുപോലെ ഉണ്ടാവൂല, എല്ലാം മൊട്ട അടിച്ചിടും. അമ്മ എല്ലാം പറിക്കണേല് 1 കിലോ പറിക്കണേണെങ്കിൽ 2 കിലോ ബാഗിലുണ്ടാവും. ചവിട്ടി പൊട്ടിച്ച ആപ്പിള് 350 രൂപ കിലോ. പക്ഷെ ഫ്രഷ് അല്ലേ? പാഷൻ ഫ്രൂട്ട് ഉണ്ടായി കിടക്കണ. അമ്മ ഇവിടെയാണ് അന്ന് വന്നത്. കുറച്ചും കൂടി വലിയ ഓറഞ്ച് പച്ചയായിരിക്കും. അമ്മയെ കാലി നല്ല തണുപ്പുണ്ടല്ലോ. സൗണ്ടൊക്കെ പോയിട്ടാ. ഞാനും വിചാരിച്ച് നല്ലത് എടുക്കായിരുന്നില്ലേ? പിന്നെ പറിച്ചിട്ട് വേണം. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ നോക്കട്ടെ. അല്ല, ഇത് ഒരു ഉണ്ടുള്ള സാധനല്ലേ? ബലൂൺ ചെടിയാ, സൂപ്പർ സാധനം, സൂപ്പർ. ഒന്ന് മണത്താ മതി, പിന്നെ ഈ അടുത്തൊന്നും മണക്കൂല.
മാരെ അവരെന്തൊക്കെയോ പറയണേ. ഇതിങ്ങനെ റെക്കോർഡൊക്കെ ചെയ്താ തെന്നി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. കണ്ടൊക്കെ നടക്കുക. ഇതെന്താടോ? ഇതെന്താ? മറ്റേ സാധനം നമുക്ക് ദിവസം കഴിച്ചില്ലേ? ചാമ്പക്കയിലല്ല, പിയറല്ല, മറ്റേ സാധനം വീട്ടിൽ ഇരിപ്പുണ്ടല്ലോ. ആ സബർ ജെല്ലി. സബർ ജെല്ലി അതിന്റെ മരമാണോ അത്? മറ്റേ സാധനം ഉണ്ടോന്ന് ചോദിക്കാനുണ്ട് ഇവിടെ. കഴിഞ്ഞ വീഡിയോ സാധനം കണ്ട്. ഏതാണ്? എന്താണ്? മുന്തിരി. മുന്തിരി നല്ല തെന്നലുണ്ട്. വെറുതെ മീനാണ്. മുന്തിരി പേരൊക്കെ അല്ലേ? മുന്തിരി പോലെ ഇങ്ങനെ അതിന്റെ പോലെ ഉണ്ടാവില്ലേ? അത്രയും പേരൊക്കെ ഉണ്ടായിരിക്കണ കുറവ്. വൈറ്റ് സപ്പോട്ട. ഇല്ലെന്നേ ഉള്ളൂ, മരം കാണിച്ചു. ആ ഇതാണ് മരം. കാണൂ. രണ്ട് കുഞ്ഞു സാധനമൊക്കെ ഉണ്ട് എവിടെ? ആ അതിന്റെ ഇടയിലാണ് കേട്ടാ. ഇതണ്ടാ ഫോട്ടോ കാണിച്ചു കൊടുത്തേക്ക്. മഴ പെയ്തെന്നാണ് ഞാൻ മാറാൻ ഡ്രസ്സ് പോലും ഇല്ല. എല്ലാം റൂമിൽ വെച്ചിട്ടാ പോകുന്നത്. അതെ മതിയായിരുന്നു. മാറിക്കേ മാറിക്കേ. ആരും ഇവരാരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അക്കാവൊന്നും പറയാതെ പോയി കളഞ്ഞിട്ടാ. ഞാൻ നമുക്ക് കൂടെ പോവാം. എന്താണ്? അതേടാ ഉണ്ടായി കിടക്കണോക്കെ. ഓ ഒരെണ്ണം പറിച്ചങ്ങനെ തിന്നാന്ന് തോന്നുന്നു. ബ്ലാക്ക്ബെറി താഴെ ബ്ലാക്ക്ബെറി ഇതാണ് ശവന്നാറിപ്പൂ. ഇതെടുത്ത് നമ്മൾ ഇബിച്ചേട്ട മേത്ത് വെക്കുമ്പോ ശവന്നാറ്. ഇപ്പോഴാണ് ചെടിക്കുള്ളത് പേര് കറക്റ്റായത്. കൈ പിടിക്കണോ, വളം ഇടണോ, എല്ലാ പണി അവർ എന്ത് പണി പറയില്ല. അതൊക്കെ കൊണ്ട് പൈസ കൊടുക്കാൻ ശരി അവരോട് എവിടെ പോയാലും ഇരുന്നാലേ കിട്ടും. എവിടെയും പെരിയറില്ല. ഇതുപോലെ തന്നെ അവിടെ നൂലിലോ തോട്ടം ഉണ്ട്. അവിടെ ഇത് തന്നെ നമ്മൾ സീസൺ എന്നാ ഇവിടെ കൊടുക്കുന്നത് തന്നെ അവരും കൊടുക്കും. ഇതൊക്കെ ഏപ്രിൽ തൊട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഉണ്ട്. ഇപ്പൊ എന്നിട്ട് ഇനി ഓഗസ്റ്റ് തന്നെ ഇനി കുറച്ച് ഇനി ഓഗസ്റ്റ് 4 ദിവസം ഉണ്ട്. ഓഗസ്റ്റ് 4 ദിവസം കഴിഞ്ഞ് വരാം. 4 ദിവസം കഴിഞ്ഞ് വരാം ചേട്ടാ. ഓഗസ്റ്റ് 4 ദിവസം കൂടിയാണ്. 4 ദിവസം കഴിഞ്ഞ് ഇത്രയൊക്കെ ആയിട്ടാ നമുക്ക് ഇവിടെ കാണാനുള്ളത്. ഇവിടെ ആയിട്ടാ നമ്മൾ കയറിയത്. ഇതാണ് ഫാം സ്റ്റേ. വേറെ വീട് ഇതിന്റെ പുറയിലോട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടാ. ഇവിടെ ഇവിടെ ഒരു തന്നെ ഉണ്ട്. ഒരു കുട്ടാപ്പി ഉണ്ട്. ഇതണ്ട ഗ്രേപ്പ് കണ്ടോ പടർന്ന് കയറണല്ലോ കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് എനിക്ക് തോന്നുന്നു. എടാ സ്കൂളാണല്ലേ? ആ സ്കൂളാണ്. ഇതിന്റെ മുകളിലാണ്ടാ ആ കാണുന്നത്. നമ്മളെ വണ്ടി അവിടെയാണ് ഇട്ടിരിക്കുന്നത്. ഈ ജീപ്പൊക്കെ ഓക്കെ ഇവിടുത്തെ ഓഫ് റോഡ് ഓടിക്കാനുള്ള പരിപാടി, ഓഫ് റോഡ് ട്രിപ്പുകൾ. അപ്പോൾ അവരൊക്കെ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നില്ല. അതെ ഞങ്ങൾ വേറൊരു വൈബിൽ നിന്ന് വ്യൂ പോയിന്റ് കാണാന്നുള്ള പ്ലാനായി. അതെ പച്ചാളത്തിൽ പറഞ്ഞ ഇതെങ്ങനെ കേറിയടോ. നിങ്ങൾക്കൊരു എക്സ്ക്ലൂസീവ് കാഴ്ച കാണാം. ലൈഫ് ഓഫ് ജിബി താഴത്ത് വീഴുന്നു.
ഓ ഡിങ്കനെത്തി മുഖം ഒന്ന് കാണിച്ചേ കൈ തരാൻ പറഞ്ഞപ്പോഴൊരു ഷെയ്ക്കാൻ്റെ കണ്ടിട്ട് വന്നു തുടങ്ങിയാണ്ടാ അവിടെ ഒരു ചക്ക കണ്ടിട്ട് വന്നാണ് എന്റെ പേരക്ക് അതുകൊണ്ടേ ഈ പേരക്ക് അടിപൊളിയായിരിക്കും പാഷൻ ഫ്രൂട്ട് ഈ പേരക്ക് അടിപൊളിയായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുന്ന അറിയില്ല ആ പേരക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചു ആ കണ്ണൊന്ന് സമ്മതിക്കണമല്ലോ ഈ സ്പോട്ട് റീൽസിലൊക്കെ വൈറലാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായി കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഈ സൈഡിലുള്ള വ്യൂ നോക്കി എന്ത് രസമാണ്. ഈ റോഡ് ഫുള്ള് ഇങ്ങനെ കേട്ടോ, ഞങ്ങൾ വരുന്ന വഴി മൊത്തം ഇങ്ങനെ തന്നെയായിരുന്നു. ഈ സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ വ്യൂ നോക്കി, ഇതാണ് കേട്ടോ സ്ഥലം. ഇതിന് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ ഉണ്ട്. എന്താണ് ആരും ഇറങ്ങിയില്ലേ? എന്താണമ്മേ ഇറങ്ങിയില്ലേ? അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വേറൊരു അടിപൊളി വ്യൂ ആയി. ഓക്കെ, ഇവിടെ നിന്നുള്ള വേറെ വ്യൂ, അവിടെ വേറെ വെള്ളച്ചാട്ടം, ഫുള്ള് വെള്ളച്ചാട്ടം. ഡൂണിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കണം ഇവിടെ. ശരിക്കും ഇനി വെള്ളം കുടിക്കാൻ ഇതില്ലേ, ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതിലെ മൊത്തം ഇങ്ങനെ വെള്ളം ചാടി തന്നെ ഫീൽ കിട്ടും. അത്രയും വെള്ളം വന്നാൽ പക്ഷെ നല്ല പ്രളയമൊക്കെ ഉണ്ടാക്കിക്കാൻ അങ്ങനെയൊക്കെ ആയിരിക്കും തോന്നുന്നു. നോക്കിയേ ആ അറ്റത്തു നിന്നാണ്ടാ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ. എന്തായാലും കാന്തല്ലൂരൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഈ സ്ഥലത്തൊക്കെ വരുക. ഇരച്ചിൽപ്പാറ അല്ലേ? എരച്ചിൽപ്പാറ. ഓക്കെ, അപ്പം എരച്ചിൽപ്പാറ അറിയാത്തവർ ഉണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക. ഗൈസ്, അപ്പം നമ്മൾ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗം നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടം വീഴുന്ന സ്ഥലത്ത് പോവാന്ന് വിചാരിച്ച് ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആരും വെള്ളത്തിൽ ഇറങ്ങില്ല, റിസ്ക്കാണ്. ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, ആരും വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കരുത്. ഓ അവിടെ കേട്ടാ ആ വെള്ളച്ചാട്ടം, നമ്മളതിൻ്റെ ആ ടോപ്പ് ഏരിയയിലാണ് നിൽക്കണത്. ഇതൊരു ഹിഡൻ സ്പോട്ടാട്ടോ. ഞങ്ങൾ വന്ന വഴി ഇതേ അവിടെയാണ് ആ വെള്ളച്ചാട്ടം കണ്ട. അതിൻ്റെ അവിടെ ഒരു പാലമുണ്ട്, അവിടെ നമ്മുടെ വണ്ടി നിർത്തിയേക്കണേ ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു കടയുടെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നടന്നു വന്നത് അറ്റത്തൊരു വെള്ളച്ചാട്ടം കണ്ട. ഗൈസ്, ആ കാണുന്ന വെള്ളച്ചാട്ടേ ഞങ്ങൾ നേരത്തെ കുളിക്കാൻ ഇറങ്ങിയില്ലേ ആ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നും കൂടിയും വെള്ളമൊക്കെ അവിടെ ചെന്നിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട ആ വെള്ളച്ചാട്ടം അങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ സൈഡിൽ വേറൊരു സ്ഥലം വെള്ളം ഒഴുകി തന്നെ നോക്കി, അതിൻ്റെ വഴി നോക്കി നൈസല്ലേ വെള്ളം ഒഴുകി തന്നെ. കുറച്ച് നല്ല വെള്ളം ഉണ്ടെന്നാണെങ്കിൽ ഒക്കെ നല്ല ഭംഗിയായിരിക്കും, ഇതിനേലും നല്ല ഭംഗിയായിരിക്കും. എങ്ങനെയുണ്ട്? നമ്മൾ നേരത്തെ അവിടെ നിന്നേച്ചത്. പാറക്കകത്തുള്ള കുഴികൾ കണ്ട, വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റണേ. ഇതുകൊണ്ടൊക്കെയാണ് പറയണത് പാറയിലൊക്കെ ചവിട്ടുമ്പോൾ നോക്കി ചവിട്ടണം. ആ സൈഡിലോട്ടൊക്കെ കുഴിയാട്ടോ, അങ്ങോട്ടൊക്കെ സൈഡിലൊക്കെ കണ്ടോ അവിടെ എല്ലാം കുഴിയുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ കുഴിയുണ്ടാവും, കാരണം ഇത്രയും ഫോഴ്സിൽ വെള്ളം തന്നെ അല്ലേ. ഇവിടെ ഉണ്ട് നമ്മുടെ വണ്ടിയിട്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്തേ മഴവില്ലി വീഡിയോ എടുക്കുന്നത്. ഓ ഞാൻ ഇവിടെ മലയിലേക്ക് ചെന്ന് അടിക്കുന്നുണ്ട്. ആ മലയിലപ്പോൾ എന്തായിരിക്കും, ഇവിടെ കളറും കാണുമായിരിക്കുമോ? അവിടെ എവിടെ നിന്നുണ്ടാ എന്നുണ്ട് വെൺമേഘം മെല്ലെ പൊഴിയുമോ, മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ നെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരോ താനേ.
തെന്നി ഒഴുകവേ കുളിരുള്ളിനുള്ളിൽ നിറയവേ ഒന്നാവാൻ തോന്നുകയോ തേൻ തുള്ളി തൂവും നിമിഷമേ മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ